കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞ് വീണയാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മതിലിനടിയിൽ കുടുങ്ങിപ്പോയ നിലയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരമായി തുടങ്ങിയിരുന്ന രക്ഷാപ്രവർത്തനമാണ് ഫലം കണ്ടിരിക്കുന്നത്. കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സാരമായ പരിക്ക് ഉണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വീടിന്റെ മതിലിടിഞ്ഞാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മതിലാണ് ഇടിഞ്ഞ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീണത്. ഏറെ നേരം അദ്ദേഹം ഈ കോൺക്രീറ്റിനടിയിൽ കിടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരുടെ ഫയർഫോഴ്സിന്റെയും ഒക്കെ ശ്രമത്തിന്റെ ഫലമായി രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു. കോഴിക്കോട് കക്കോടിയിലാണ് സംഭവം ഉണ്ടായത്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയോ? ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളിയാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുകയായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് ഈ സംരക്ഷണം നിർമ്മാണത്തിലിരിക്കുന്ന മതിലല്ല തകർന്നു വീണത്, തൊട്ടു മുകളിലുള്ള വീടിന്റെ മതിലാണ് ഇടിഞ്ഞ് താഴോട്ട് വീണത് എന്ന ഫയർഫോഴ്സ് ഉണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ വ്യക്തത ലഭിച്ചിട്ടില്ല. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എടുത്താൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് വെള്ളിമാടുകുന്നിൽ നിന്നും എത്തി. ഒപ്പം തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അപകടം നടന്ന് ഉടൻ തന്നെ ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും എന്നാണ് അറിയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത്. മറ്റൊരു വീടിന്റെ മതിൽ കെട്ടുന്നതിന് വേണ്ടി എത്തിയപ്പോൾ തൊട്ട് മുകളിലുള്ള വീടിന്റെ മതിൽ ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഇദ്ദേഹത്തിന് മുകളിലേക്കാണ് വീണത്. നാട്ടുകാർ ആദ്യം തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിമാടുകുന്നിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയത്. ഈ അപകടം നടന്ന് അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പരിക്കേറ്റ വ്യക്തിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ലഭിക്കേണ്ടത്. ശരി, നന്ദഗോപാൽ. അതിനനുസരിച്ച് സാധനം വണ്ടി വന്ന അതിനനുസരിച്ച് സാധനം വണ്ടി വന്ന അതിനനുസരിച്ച് സാധനം വണ്ടി വന്ന കോഴിക്കോട് കക്കോടിയിലാണ് സംഭവം ഉണ്ടായത്. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മതിലിടിഞ്ഞ് വീണാണ് ഒരാൾ മതിലിനടിയിൽ കുടുങ്ങിയിരുന്നത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. കോഴിക്കോട് കക്കോടിയിലാണ് വീട് നിർമ്മാണം നടക്കുന്നതിനിടയിൽ പണിക്കിടയിലാണെന്ന് തോന്നുന്നു. തൊഴിലാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് മതിലിടിഞ്ഞ് വീണത് അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ പരിക്കില്ലെന്ന് മനസ്സിലാക്കുന്നു. മതിലിടിഞ്ഞാണ് ദേഹത്ത് വീണത്. കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ അത് മാറ്റുക ഏറെ പ്രയാസകരമായിരുന്നു. അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മതിലിന്റെ കോൺക്രീറ്റും ഒപ്പം കല്ലുകളും മാറ്റി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്താണ്? ആശുപത്രിയിലേക്ക് എത്തിച്ചോ? ഒരു വീടിന്റെ അവിടെയാണ് അപകടം ഉണ്ടായത്. അതേസമയം നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ഭാഗമല്ല ഇടിച്ചു വീണത്. അതിന്റെ സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇപ്പുറത്തെ ഭാഗത്തേക്ക്, ഈ വീടിന്റെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണത്. അങ്ങനെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ എത്തുന്ന ഒരു
ഇതര സംസ്ഥാന തൊഴിലാളി ഈ മണ്ണിനടിയിലേക്ക് കുടുങ്ങിയത്. ഉടൻ തന്നെ വെള്ളിമാട് കുന്നിന്ന് ഫയർഫോഴ്സ് എത്തി. നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ ശ്രമത്തിനൊടുവിൽ അയാളെ പുറത്തേക്ക് എടുത്തേക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പരിക്കുണ്ട്, സാരമായ പരിക്കുണ്ട്. ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് അത്ര വ്യക്തതയില്ല. അതേസമയം ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ട് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കും. അപ്പോൾ മാത്രമേ ആരോഗ്യാവസ്ഥ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുള്ളൂ. അതേസമയം തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തിയതുകൊണ്ടാണ് അയാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതായത് പണി നടന്നുകൊണ്ടിരുന്ന ഒരു വീടിന്റെ സമീപത്തിൽ, നമുക്കറിയാം പണി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താഴെ കുടിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ സംരക്ഷണ വ്യക്തി അതിന്റെ ഒരു ആഘാതത്തിൽ വീഴുന്നതാണോ എന്ന സംശയമുണ്ട്. എന്തായാലും അവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരും വളരെ പെട്ടെന്ന് എത്തി മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തി. വെള്ളിമാട് അടുത്തുനിന്ന് വെള്ളിമാട് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും എത്തിയിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റും കൂടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ആ ഭിത്തിയുടെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പേര് വ്യക്തതയില്ല. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളി എന്ന കാര്യം ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചേർന്ന ഒരു പക്ഷേ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിയും. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അയാളെ പുറത്തെടുക്കാൻ കഴിയുന്നുള്ള ആശ്വാസകരമാണ്. എന്തായാലും ആരോഗ്യാവസ്ഥ അത്യാവശ്യം നല്ല പരിക്ക് ഉണ്ട്. മണ്ണിടിഞ്ഞ് മണ്ണും മാത്രമല്ല ഈ മതിലോടുകൂടി ഇടിഞ്ഞ് വീണതാണ്. അതിൻ്റെതായ പരിക്കുകളുണ്ട്. എന്തായാലും ആശുപത്രി എത്തിയാൽ നമുക്ക് ആരോഗ്യാവസ്ഥയിൽ വ്യക്തത കിട്ടുന്നത് പ്രതീക്ഷിക്കണം. അതിന്റെ പുറത്തേക്ക് എടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് പിന്നെ സ്ക്രീനിലെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്പസമയം കൊണ്ട് നന്ദു ആ പ്രദേശത്തേക്ക് നമ്മുടെ എത്തിച്ചേരും. നേരിട്ടുള്ള റിപ്പോർട്ട് കിട്ടുകയും ചെയ്യും. തന്നെ എന്തായാലും ഗുരുതരാവസ്ഥയിലുള്ള ആണ് നിലവിലുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരി അസ്ലം. വണ്ടി വന്നു.